കൊല്ലത്ത് വ്യാജ ആധാർ കാർഡുകൾ ഉപയോഗിച്ച് മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടുന്ന സംഘത്തിലെ പ്രധാനി പിടിയിൽ. ചിതറയിലെ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ നിന്ന് 30 ലക്ഷത്തോളം രൂപ തട്ടിയ സംഘത്തിലെ നേതാവാണ് അറസ്റ്റിലായത്. വിവിധ സ്ഥലങ്ങളിൽ തട്ടിപ്പ് നടത്തിയ സംഘമാണ് പിടിയിലായതെന്ന് ചിതറ പോലീസ് അറിയിച്ചു. തട്ടിപ്പ് സംഘത്തിലെ മുഖ്യ സൂത്രധാരൻ കൊല്ലം അഞ്ചാലുമുട് സ്വദേശി അൽത്താഫാണ് പോലീസിന്റെ പിടിയിലായത്. കൃത്യമായ ആസൂത്രണത്തോടെയാണ് മുക്കുപണ്ട പണയ തട്ടിപ്പ് മാഫിയയുടെ പ്രവർത്തനങ്ങൾ. മാർച്ച് 4 മുതൽ മെയ് 13 വരെ വിവിധ ദിവസങ്ങളിലായി ചിതറയിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു തട്ടിപ്പ്. വ്യാജ ആധാർ കാർഡ് നിർമ്മിച്ച് അതുപയോഗിച്ച് മുക്കുപണ്ടം പണയപ്പെടുത്തി കവർന്നത് 30 ലക്ഷത്തോളം രൂപ. CCTV മറ്റും പരിശോധിച്ചാൽ പ്രതികളെ കുറിച്ച് അറിവ് ലഭിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തമിഴ്നാടും പല സ്ഥലങ്ങളിലും ഒരു ഒളിവിലായി താമസിച്ചായിരുന്നു. ലാസ്റ്റ് നമുക്ക് ഇവരെ വർക്കല് പരവൂര് ട്രെയിനിൽ ഇറങ്ങുന്ന സമയത്താണ് നമുക്ക് അവരെ കിട്ടിയത്. ഇവരായിട്ട് അന്വേഷണത്തിൽ ഒരു വലിയൊരു തട്ടിപ്പ് സംഘമാണെന്ന് മനസ്സിലായി. അതിൽ കൂടുതൽ ഇപ്പോൾ 4-5 പേരും കൂടെ ഉണ്ട്. സംഘത്തിൽ ഉൾപ്പെട്ട ബാലരാമപുരം സ്വദേശി രമ്യ ധനകാര്യ സ്ഥാപനത്തിലെത്തി ബന്ധം സ്ഥാപിച്ചാണ് തട്ടിപ്പ് നടത്തുന്നത്. കടയ്ക്കലിൽ തട്ടിപ്പ് നടത്തിയ ശേഷം ചിതറയിലെത്തിയപ്പോൾ സ്ഥാപന ഉടമയ്ക്ക് തോന്നിയ സംശയമാണ് സംഘത്തെ കുടുക്കിയത്. ഏകദേശം 23,65,000 രൂപയ്ക്ക് ഇവിടെ തന്നെ പണയം വെച്ചു. ഇവർ 2 പേര് മാത്രമല്ല, എന്ന് പറഞ്ഞാൽ അൽത്താഫിൻ്റെ ഭാര്യയും അവരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്നാണ് എനിക്കറിയാൻ കഴിയുന്നത്. അവർ യഥാർത്ഥമായിട്ട് സ്വന്തം ആവശ്യംവരോട് വെച്ച് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അവരാണ് ഇവർക്ക് വയ്ക്കാനുള്ള സംവിധാനം ഒരുക്കി കൊടുത്തത്. കേസിൽ ബാലരാമപുരം സ്വദേശിനി രമ്യ, ചിറയൻകീഴ് സ്വദേശി സജിത്ത്, കണ്ണനല്ലൂർ സ്വദേശി ഷമീർ എന്നിവരാണ് നേരത്തെ പിടിയിലായത്. വ്യാജ ആധാർ കാർഡ് നിർമ്മിച്ചതിലുൾപ്പെടെ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്നതും ചിതറ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. മീഡിയ 1 കൊല്ലം.